Damn it. നിങ്ങൾ എന്തിനിങ്ങനെ കിടന്ന് അലറുന്നേ? CMC കമ്പനിയിൽ നിന്ന് മെയിൽ വന്നു. എനിക്ക് വേണമെങ്കിൽ ഡീല് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ അഹാനല്ലേ സൈൻ ചെയ്തത്. അതിനിപ്പോൾ എന്താ? മാരേജ് കഴിഞ്ഞവർക്ക് ഈ ഡീല് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതെന്താ അങ്ങനെ? പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പ് ആളെങ്ങാനും തട്ടിപ്പോയി കഴിഞ്ഞാൽ ആളുടെ വൈഫ് അത് ഏറ്റെടുത്ത് ചെയ്യും. അതാണ് ഈ ഡീലിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത. പക്ഷേ അഹാനല്ലേ ഇത് സൈൻ ചെയ്തേ? വെയിറ്റ്, ഓ എൻ്റെ പൊന്നു മോനെ, ഇതാണ് ദൈവമൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. എനിക്കിത് മതി. നീ എന്തതുകൊണ്ട് ഉദ്ദേശിച്ച്? എടാ മണ്ട, ഇത് വെച്ച് നമുക്ക് അഹാനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാലോ. അവൻ അതിന് സമ്മതിക്കില്ലേ? അവൻ എന്നോട് സൈൻ ചെയ്യാൻ പറഞ്ഞ നീ എന്ത് ചെയ്യും? ദേ, ഞാനറിയാതെ എങ്ങാനും പോയി സൈൻ ചെയ്ത നിങ്ങളെ ഞാൻ അങ്ങ് തട്ടും, എന്നിട്ട് ഞാനും ചാവും. നിങ്ങളങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ അവിടെ എനിക്ക് സമാധാനമില്ല. നിങ്ങൾ എത്ര നാളായി കണ്ടിട്ട്? അതിന് ഒരാഴ്ച മുമ്പല്ലേ അമ്മ അവിടെ നിന്ന് പോന്നേ. നീയൊക്കെ അങ്ങനെ തന്നെ പറയണം. നിനക്കറിയില്ലല്ലോ ഈ അമ്മയുടെ വേദന. നീ എൻ്റെ മൂരാഴ്ച കിട്ടിയോണ്ട് അതേ പകർപ്പ. അതൊക്കെ എൻ്റെ തേജുമോനെ കണ്ടു പഠിക്കണം. നീ വാടാ മോനെ, എനിക്കിഷ്ടമുള്ളതെല്ലാം അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ ഒരാഴ്ച കൊണ്ട് ക്ഷീണിച്ചു പോയോ? അമ്മ വന്ന് എനിക്ക് വിശന്നിട്ട് വയ്യ. അല്ലെങ്കിലും ഞാനും എൻ്റെ അച്ഛനെ എപ്പോഴും ഒറ്റയ്ക്കാം. ഞാൻ പറഞ്ഞ കേൾക്കുന്ന മക്കൾ എനിക്ക് വേണ്ടേ? ഞാൻ എന്ന് എൻ്റെ അമ്മ പറഞ്ഞ അനുസരിക്കാതിരുന്നിട്ടുള്ള. ഞാൻ പറയുന്നത് എന്തും നീ കേൾക്കൂ. ഓക്കെ, എന്താ എൻ്റെ അമ്മയുടെ ആവശ്യം? എനിക്ക് നീ ഒരു കല്യാണം കഴിച്ചു കാണണം. അമ്മേ, ഞാൻ വലിയ പ്രൊജക്റ്റിന്റെ കാര്യങ്ങൾ ശരിയായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഇതൊന്നും ശരിയാവില്ല. CMC കമ്പനിയുടെ ഡീലിനെ പറ്റിയാണ് പറയുന്നത്. അതെ. അപ്പോൾ നീ അത് അറിഞ്ഞിട്ടില്ലല്ലേ? മോൻ പോയി ആ മെയിലൊന്ന് ചെക്ക് ചെയ്യ്. സൈൻ ചെയ്യുമ്പോൾ ഇവരിതൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്കറിയില്ല. 10 കോടിയുടെ ഡീലാ, വിട്ടുകളയാണോ? നോ, ഇമ്പോസിബിൾ. ഡാഡിക്ക് സൈൻ ചെയ്യാലോ. നോ, ഈ ഡീല് വിട്ടുകളയാൻ പറ്റില്ല. പക്ഷേ ഞാൻ സൈൻ ചെയ്യില്ല. പകരം നീ കല്യാണം കഴിക്കണം. ഡാഡി, അമ്മ പറയുന്നത് കേട്ടി 10 കോഴ്സിന്റെ ഡീല് വിട്ട് കളയാനാണ് തീരുമാനം. 10 ക്രോസ് നിന്റെ കയ്യിലായിരിക്കുന്നേ. ഇനി നിനക്ക് തീരുമാനിക്കാം. ഓക്കെ, ഫൈൻ. എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചുറപ്പിച്ചതല്ലേ. നിങ്ങൾ എൻ്റെ പെണ്ണിനെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അവള് നല്ല കുട്ടിയാണ് മോനെ. RJ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്റ്റാഫായി വർക്ക് ചെയ്യുന്നു. പേര് അനർഘ. ഫാമിലി ബാക്ക്ഗ്രൗണ്ടും വളരെ നല്ലതാണ്. പിന്നെ അവളൊരു സുന്ദരി കുട്ടിയാട്ടോ. ആ, ഞാൻ മറന്നേനെ, നാളെ അവളെ പെണ്ണ് കാണാൻ പോകുന്നുണ്ട്. നോ, ഞാൻ വരില്ല. അതെന്താ? എനിക്ക് നല്ലൊരു മീറ്റിംഗ് ഉണ്ട് നാളെ. നിനക്ക് ഒരു മീറ്റിംഗും ഇല്ല. കായോട് പറഞ്ഞു ഞാനതെല്ലാം പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അമ്മ, എന്താടാ വേണ്ടേ? അപ്പൊ ഈ രാവണനെ തളയ്ക്കാനാണ് പ്ലാൻ. അതേടാ മോനെ, അവൻ അങ്ങനെ വിട്ടാലേ ശരിയാവില്ല. അല്ല, നിനക്കും വേണ്ടേ പെണ്ണും പിടക്കോഴിയൊക്കെ? നമുക്കൊന്നും വേണ്ടേ. നോക്കട്ടെ, പറ്റുമെങ്കിൽ ഞാൻ നിന്നെയും കെട്ടിക്കും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. നല്ല തീരുമാനം. വന്നു കഴിഞ്ഞത് വലുത് മാത്രമേ വരൂ. ആശാ, അതെ അവര് വന്നു. അയ്യോ, അവര് വന്നോ? നില, നീ വേഗം പോയി അനുവിനോട് താഴോട്ട് വരാൻ പറ. ഓക്കെ അമ്മ. ഡി ചേച്ചി, നിന്നെ കാണണ്ടേ, അവര് വന്നു.
അതിനെനിക്കെന്താ? എന്താണോ, എന്നെ കാണാനല്ല തമ്പുരാട്ടിനെ കാണാൻ അവർ വന്ന്. മോളെ അനു ഇങ്ങ് വാ. വേഗം താഴേക്ക് വാ. ഇള നീ വേഗം പോയി ചായ എടുക്ക്. ഞാൻ അനുവിന്റെ ജാതകം ഒന്ന് തപ്പിയെടുക്കട്ടെ. പൂജാരി വരണുണ്ടെന്നാ കേട്ടെ. ഇതാണോടാ നിന്റെ പെണ്ണ്? എനിക്കറിയില്ല. ഇവള് വേണ്ട. അതെന്താടാ? അല്ല, ഈ കൊച്ചിനെ കണ്ടാൽ തന്നെ അറിയാം ഒരു ചെറിയ കൊച്ചാന്ന്. പിന്നെ നിന്നെ സഹിക്കാനൊന്നും ഇതിന് പറ്റില്ല. കണ്ടാൽ തന്നെ അറിയാം ഒരു പാവാന്ന്. എന്താ മോന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഞാൻ വെറുതെ പറയുന്നതാ. എന്തായാലും കൊച്ചു കൊള്ളാം. തൊട്ട് തൊട്ട പൗർണമി തൊട്ട് തൊട്ട് നിൽക്കവേ പുത്തുലഞ്ഞു നിന്നോ താരകൾ. കൺകോണിനുള്ളിലെ കണ്ണാടി നീട്ടവേ കാത്തുനിന്ന രാവുകൾ കണ്ടു ഞാൻ. എത്ര നാൾ എത്ര നാൾ. ഇതാണ് എൻ്റെ മോൻ അഹാൻ. മോളെ, ആൻറ്റി ഇവിടെ. എനിക്ക് അന്ന് മോളെ കണ്ടപ്പോഴേ ഇഷ്ടമായി. പിന്നെ ഒന്നും നോക്കിയില്ല. വാ, പൂജാമുറിയിൽ പോവാം. 10ൽ 10 പൊരുത്തം. ഇവർ ശരിക്കും ഒന്നിക്കേണ്ടവരാ. എന്റെ പേര് ജാതകത്തിന്റെ കാര്യത്തിലായിരുന്നു. അതെന്തായാലും ഇപ്പൊ മാറി കിട്ടി. എൻ്റെ അഭിപ്രായത്തിന് ഏറ്റവും അടുത്ത മുഹൂർത്തം തന്നെ നോക്കാം. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ചിങ്ങം 2, അതായത് ആഗസ്റ്റ് 18 മോതിരമാറ്റത്തിന് പറ്റിയ ദിവസമാണ്. അയ്യോ, അതിനി 2 ആഴ്ചയിലേ ഉള്ളൂ. അതൊന്നും വിഷയമല്ല. ആഗസ്റ്റ് 25 ചിങ്ങമാസം 9-ാം തീയതി രാവിലെ 10:30 നല്ലൊരു മുഹൂർത്തമുണ്ട്. എന്നാ അത് ഉറപ്പിക്കാം. തേജസ്, പൂജാരിയെ തിരിച്ചു കൊണ്ടുവിടൂ. ഞാൻ ഒരു കാര്യം പറയാം. ഇത് ആരെയും അറിയിക്കണ്ട. അവരുടെ ജാതകത്തിൽ ഒരു പ്രശ്നമുണ്ട്. നീള ഒന്ന് വരൂ. എന്താ? അല്ല, താൻ സിംഗിൾ ആണോ? ആണെങ്കിൽ അല്ല, ചോദിച്ചതാ. പിന്നെ പോകുന്ന വഴിക്ക് എന്നോട് പൂജാരി ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ നാളെ കഴിഞ്ഞ് മോതിരെടുക്കാനും ഡ്രസ്സ് എടുക്കാനും പോവാം. അപ്പോൾ ഞങ്ങളങ്ങോട്ട്. മോളെ, മറ്റന്നാൾ കാണാം. ഓക്കെ ആൻറ്റി. ആൻറ്റി അല്ല, അമ്മ. എനിക്കിഷ്ടമായി. എൻ്റെ ചേച്ചീനെ കെട്ടാനായിട്ട് അഹാൻ ചേട്ടൻ മാത്രം മതി. നല്ല മോൻ, നമ്മുടെ മോൾക്ക് ചേരും. അതെ അമ്മ. പിന്നെ ആ ആൻറ്റി ചേച്ചിയോട് എന്ത് സ്നേഹ. എന്തായാലും എന്റെ മോള് ഭാഗ്യവതിയാ. എൻ്റെ മോൾക്ക് അഹാൻ ഇഷ്ടമായോ? നിന്റെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടവും. എൻഗേജ്മെന്റ് മാരേജ് ഒക്കെ ഉറപ്പിച്ചു. അപ്പോഴാണ് അത് പറയണേ. അത് മോളെ, ഇനി എന്തൊക്കെ പറഞ്ഞാലും നീ അഹാൻ ചേട്ടനെ തന്നെ കെട്ടു. അത് നീയാണോ തീരുമാനിക്കുന്നത്? എന്തായാലും എനിക്ക് അനർഘയെ ഒത്തിരി ഇഷ്ടമായി. നിന്റെ അമ്മയുടെ സെലക്ഷൻ തെറ്റിയില്ല. എൻ്റെ മോനെ, ഞാൻ എപ്പോഴും നല്ലതേ തിരഞ്ഞെടുക്കൂ. രണ്ടും കൂടെ തല്ലി പിരിയാണ്ടിരുന്നാൽ മതിയായിരുന്നു. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മെയിൽ അയക്കാണ്ട്. എനിക്കിനി ഇവനെ സഹിക്കണ്ട. എൻ്റെ മോള് വരുന്നുണ്ട്. പെണ്ണ് കാണാൻ വന്നതാ പോലും. ഒന്ന് സംസാരിക്കാം, അറ്റ്ലീസ്റ്റ് പേരെങ്കിലും ഒന്ന് ചോദിക്കാം. അല്ല, ഞാനൊന്നും മിണ്ടിയില്ല. അനു, ഭക്ഷണം കഴിക്കാൻ വായോ? ആ അമ്മ, അതേ വരണു. തേജു, അഹാനെ ഫുഡ് കഴിക്കാൻ വിളിക്കേ. അഹാൻ വാ, അമ്മ വിളിക്കുന്നു. എൻ്റെ ദൈവമേ, അഹാൻ ദേ ഒരു മരബോധം വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. അടുത്ത എപ്പിസോഡ് വരുന്നവരെ ബൈ.